മറ്റ് ജില്ലകളിൽ നിന്ന് ഓൺലൈൻ ടാക്സികൾക്ക് യാത്രക്കാരുമായി മൂന്നാറിലേക്ക് വരാം. എന്നാൽ മൂന്നാറിൽ നിന്ന് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ഒരു ടാക്സി എടുക്കാൻ പാടില്ല. ഈ പറഞ്ഞത് മൂന്നാറിലെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർക്കിടയിലെ അലിഖിത നിയമമാണ്. ഓൺലൈൻ ടാക്സികൾ കടന്നു വരുന്നത് ഉപജീവനത്തെ ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. ആ സംഭവം നടന്നിട്ട് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ട് അത് എനിക്ക് വേറെ ട്രിപ്പ് ഇട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് ആ റെസീറ്റ് വാങ്ങിയിട്ട് തന്നെ വരാമെന്നുള്ള ആ ഒരു വാശി തന്നെ പോയതാണ്. ഈ 2-ാം തീയതി വിളിക്കുന്ന സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ കേസ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി തന്നാൽ കേസ് പിൻവലിക്കുക, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ വിളിക്കുന്ന സമയത്ത് ഇത്ര ഇഷ്യൂ അറിയില്ല. എനിക്ക് 2862 രൂപയാണ് ഈ കാണുന്ന മൂന്നാർ ടൗണിൽ നിന്നും എറണാകുളം വരെ പോകാനായിട്ട് ഞാനിപ്പോൾ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്താലാകുന്ന നിരക്ക് എന്ന് പറയുന്നത്. അതേസമയം ഞാൻ ഇവിടെ നിന്നൊരു മറ്റൊരു ടാക്സി വിളിച്ചാൽ ആകാൻ പോകുന്ന നിരക്ക് എന്ന് പറയുന്നത് 3500 രൂപ മുതൽ മുകളിലേക്കായിരിക്കും. ഈ ഒരു നിരക്ക് വ്യത്യാസം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഊബർ കാണിക്കുന്നുണ്ട്, ഊബർ ടാക്സി കാണിക്കുന്നുണ്ട്. എന്നാൽ ഞാനിപ്പോൾ അത് ബുക്ക് ചെയ്താൽ ഇവിടെ വന്ന് യാത്രക്കാരനെ എടുക്കാൻ അവർ തയ്യാറാകില്ല. കാരണം ഈ ടൗണിലേക്ക് അവർ കടന്നു വന്നാൽ ഇവിടെയുള്ള മറ്റു ടാക്സിക്കാർ അവരെ തടയുമോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള പേടിയാണ്. സ്വതന്ത്രമായി ജോലി ചെയ്യുന്നവരെയും യാത്രക്കാരെയും വഴിയിൽ തടയുന്നത് എന്ത് അധികാരത്തിൻ്റെ പേരിലാണ്? മുംബൈ സ്വദേശിനിയും അധ്യാപികയുമായ ജാൻവിക്ക് കഴിഞ്ഞ മാസം 30-നാണ് മൂന്നാർ വെച്ച് ദുരനുഭവം ഉണ്ടായത്. ഓൺലൈൻ ടാക്സി വിളിച്ചത് ചോദ്യം ചെയ്തെത്തിയ സംഘം ഇവരെ തടഞ്ഞുവെച്ചു. തനിക്കുണ്ടായ ദുരനുഭവം പിന്നീട് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതിനു പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്തു. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ റിപ്പോർട്ട് RTOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 3 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പോർട്ടും ഇന്നലെ RTOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ടൂറിസ്റ്റിനെ സമീപിച്ച് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ള പ്രാഥമികമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ പ്രാഥമിക നടപടി എന്ന നിലയ്ക്ക് റിപ്പോർട്ട് കൊടുത്ത് ജില്ലാ പോലീസ് മേധാവി അവരെ സസ്പെൻഡ് ചെയ്തത്. മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്നും നേടിയ വിവരാവകാശത്തിൽ ഓല, ഊബർ പോലെയുള്ള ഓൺലൈൻ ടാക്സികൾക്ക് സംസ്ഥാനത്ത് സർവീസ് നടത്താൻ അനുമതിയില്ല എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ആപ്പ് ഉണ്ടാക്കട്ടെ, ആ ആപ്പ് പ്രകാരം ഞങ്ങൾ ഓടാൻ തയ്യാറാ. ഗവൺമെൻറ് റേറ്റ് പ്രകാരം വേണം. ഓല, യൂബർ ഓടുന്നത് പാതി റേറ്റിനാണ്. ആ റേറ്റിൽ ഞങ്ങൾ ഓടി എങ്ങനെ മുതലാകും? നിലവിൽ ഓൺലൈൻ ടാക്സികൾക്ക് സർവീസ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്നും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നും ജില്ലാ ഭരണകൂടം. ടൂറിസം മേഖല പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ 24 മണിക്കൂറും സുരക്ഷ ഏർപ്പെടുത്തുന്ന എല്ലാവിധ സഹായങ്ങളും പോലീസ് ചെയ്യും. ഓൺലൈൻ ടാക്സികൾ മൂന്നാറിലേക്ക് കടന്നു വരുന്നത് തങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നാണ് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ വാദം. ഓളോ, ഊപ്പർ, റെൻ്റൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുക. ഗണേഷ് കുമാർ മിനിസ്റ്റർ പറഞ്ഞിട്ട് 20 പേരുടെ പേരിൽ കേസ് എടുക്കണം എന്നുള്ള പറഞ്ഞു. അത് നല്ല നടപടി അല്ല. വിനോദസഞ്ചാരിയായ ജാൻവിയെ തടഞ്ഞുവെച്ച സംഭവത്തിൽ 3 ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരായ വിനായകൻ, വിജയകുമാർ, അനീഷ് കുമാർ എന്നിവരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ 2 പോലീസുകാരെയും ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ജോർജ് കുര്യൻ, ASI സാജു പൗലോസ് എന്നിവരെയാണ് കൃത്യവിലോപം കാട്ടിയെന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തത്. മൂന്നാറിലേക്ക് KSRTC പുതിയ ഡബിൾ ടക്കർ ബസ് അനുവദിച്ചപ്പോഴും വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഇവിടെ ഉയർന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓൺലൈൻ ടാക്സി പോലെയുള്ള നൂതന സംവിധാനങ്ങളും അതിന് കൃത്യമായ നിയമങ്ങളും നമുക്ക് ആവശ്യമാണ്. വിനോദസഞ്ചാരികളെ വഴിയിൽ തടയുമ്പോൾ നാം ഒന്ന് ഓർക്കുക, നാം തകർക്കുന്നത് നമ്മുടെ തന്നെ വിനോദസഞ്ചാര മേഖലയാണ്. മൂന്നാറിൽ നിന്നും പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.